നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജനുവരി മാസം 15 PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ PSC ചോദിക്കുന്ന ചോദ്യമാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് അല്ലേ. അപ്പം ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിനാണ്. ഇതാണ് ദ ബ്രൂട്ടലിസ്റ്റ്. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ഓർത്തു വെക്കുക, ദ ബ്രൂട്ടലിസ്റ്റ്. ഇനി ഈ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകനാണ് ആര്? ബ്രാഡി കോർബറ്റും കൂടി ഓർത്തു വെക്കുക. ആരാണ്? ബ്രാഡി കോർബറ്റ്. ഓക്കെ അല്ലേടാ? അപ്പം ദ ബ്രൂട്ടലിസ്റ്റ് സംവിധായകനാണ് ആര്? ദ ബ്രാഡി കോർബറ്റ്. ഓക്കെ അല്ലേ? എങ്കിൽ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്താണ്? എമിലിയ പെരേസ് എന്ന ചിത്രത്തിനാണ്. ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരേസ് എന്ന ചിത്രത്തിനാണ്. ഓക്കെ അല്ലേ? മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റിന്റെ സംവിധായകനായ ബ്രാഡി കോർബറ്റ് തന്നെയാണ്. എന്താണ്? ബ്രാഡി കോർബറ്റ്. ഓക്കെ അല്ലേ? എങ്കിൽ മികച്ച നടൻ ആരാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച സിനിമയിലെ നടനാണ് ആര്? ദ എഡ്രിയൻ ബ്രൂഡി. ആരാണ്? എഡ്രിയൻ ബ്രൂഡി. മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് അതിലെ നടനായ എഡ്രിയൻ ബ്രൂഡിക്കാണ്. എങ്കിൽ മികച്ച നടി ഫെർണാണ്ടോ ടോറസ്. ആരാണ്? ഫെർണാണ്ടോ ടോറസ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം. ഇതൊന്നും മൈൻഡിൽ നിൽക്കാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്തെങ്കിലും ചെറിയ പോയിന്റ്സിൽ ലിങ്കുകൾ കൊണ്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് അറിയുന്ന ലിങ്കുകളുണ്ട്, അത് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം മികച്ച നടി ഫെർണാണ്ടോ ടോറസ് ആണ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആർക്ക്? ഫെർണാണ്ടോ ടോറസിന് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. ഓക്കെ അല്ലേ? എങ്കിൽ മികച്ച സഹനടൻ ആരാണ്? കീരൻ കൾക്കിങ് ആണ്. ആരാണ്? കീരൻ കൾക്കിങ്. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്. എ റിയൽ പെയിൻസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ആർക്ക് ലഭിച്ചത്? കീരൻ കൾക്കിങ്ങിന് ലഭിച്ചത്. എങ്കിൽ മികച്ച സഹനടിയാണ് സോയി സൽദാന. ആരാണ്? സോയി സൽദാന. എമിലിയ പെരേസ് എന്ന സിനിമയിലാണ് ആർക്ക് ലഭിച്ചത്? സോയി എൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച തിരക്കഥയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏതിനാണ്? കോൺക്ലേവ്. ഏതാണ്? കോൺക്ലേവ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് എന്താണ്? ഷോഗൺ. മികച്ച ടെലിവിഷൻ സീരീസിലുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഷോഗൺ. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിക്കാം. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്കാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ സംവിധായകനായ ബ്രാഡി കോർബറ്റിന് മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എങ്കിൽ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരേസ് എന്ന ചിത്രത്തിനാണ്. എങ്കിൽ മികച്ച നടൻ ഉള്ള പുരസ്കാരം ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് എഡ്രിയൻ ബ്രൂഡിക്കാണെങ്കിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലെ അഭിനയത്തിന് ഫെർണാണ്ടോ ടോറസിനാണ്. മികച്ച സഹനടൻ കീരൻ കൾക്കിങ് എ റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച സഹനടി സോയി എൽദാന എമിലിയ പെരേസ് എന്ന സിനിമയിലെ അഭിനയത്തിന് സോയി എൽദാനയ്ക്കുമാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏതിനാണ്? അത് കോൺക്ലേവ്. ഏതാണ്? കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ആണ് ഷോഗൺ. ഓക്കെ, എങ്കിൽ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് 2018 എന്ന സിനിമയ്ക്കാണ്. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യനാണ്. മികച്ച നടൻ ടൊവിനോ തോമസും മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. അപ്പം JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരവും നമ്മൾ PSC എന്താണ് ചോദിക്കാറുണ്ട്. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് 2018 ആണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി ഇനി
നെക്സ്റ്റ് ഓർത്തു വെക്കേണ്ടതാണ് വിലാസിനി നോവൽ പുരസ്കാരം എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന് ലഭിച്ചു. ഏതിനാണ്? വിലാസിനി നോവൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന് ലഭിച്ചു. ഓക്കെ അല്ലേ? ഇനി പാച്ചല്ലൂർ സുകുമാര സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജയകുമാറിന് ലഭിച്ചു. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഓർത്തു വെക്കുക. വിലാസിനി നോവൽ പുരസ്കാരം എ നസീറയുടെ ഉച്ചാടനം നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ് ലഭിച്ചത്. ഇനി അടുത്ത് ഓർക്കേണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി ഒന്ന് ഓർത്തു വെക്കുക. ഏതാണ്? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി. ഓക്കെ അല്ലേ? ഇനി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് എന്താണ്? പ്രഭാവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും അല്ലേ? റിപ്പബ്ലിക് ദിനത്തിൽ വന്നത് എന്താണ്? എന്താണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ ആണെന്നും ഓർത്തു വെക്കുക. ഇനി കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ അതായത് CRPFന്റെ മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. CRPF മേധാവിയായിട്ട് നിയമിച്ചാരാണ്? വിതുൽ കുമാർ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽ നക്ഷത്രം ജനുവരി 13 രാത്രി ദൃശ്യമായി. ഏത് വാൽ നക്ഷത്രത്തിന്റെ പേരെന്താണ്? കോമറ്റ് G3. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽ നക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഉള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റഡ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരമായി നടത്തിയല്ലേ. ഇനി ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. എന്താണ്? ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൻ എന്ന് ഓർത്തു വെക്കുക. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനഭാരോ ലുക്കാനാസ് ആണ് പുതിയ ലോകമുത്തശ്ശി ആരാണ്? ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനഭാരോ ലുക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി. എങ്കിൽ 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് ലഭിച്ചു. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കാണ് ലഭിച്ചത്. ഇനി 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാർ ലഭിച്ചു. ആർക്കാണ്? 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് നടൻ ജഗതി ശ്രീകുമാറിനാണ്. ഡോക്ടർ വി നാരായണൻ ISRO പുതിയ ചെയർമാനായി നിയമിതനായി. ആരാണ് പുതിയ ചെയർമാൻ? ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ. സീ യു.